ഓ ഇത് യെല്ലോ അലർട്ടാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെയിലാണല്ലോ, ഓടുക്കത്ത ചൂട്. എന്തോ എനിക്ക് ഇവിടെ ഇരുന്നൂടെ? എന്തിന്? വന്നല്ലോ വനമാല. എന്താ മക്കളെ? അച്ഛനോടെല്ലാം എന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്ത്? അതൊക്കെ അമ്മ വിശദമായിട്ട് പറയും. അമ്മ ഇതിലെല്ലാം കൂടെ ഇളകി പറഞ്ഞു കടത്തിൽ കൂട്ടാൻ ഇളകി വരുമ്പോൾ അളിയാ ചേച്ചിയുടെ പൈസ എടുത്താ? ചേച്ചിയുടെ പൈസ എടുത്താന്ന്. എൻ്റെ ഭാര്യയുടെ ബാഗിൽ ഞാൻ പൈസ എടുക്കൂടാ, നീ ആടാ ചോദിക്കായി പോടാ. ചുമ്മാ എല്ലാവരും വട്ടാക്കണമല്ലോ, എന്നെ വട്ടാക്കല്ലേ, കാര്യം പറയണം അങ്ങോട്ട്. ഇനി ഇവ ഏത് പൈസ കാര്യം എടുത്തെന്ന് പറയണത്? നിങ്ങൾ എൻ്റെ ബാഗിൽ നിന്ന് പൈസ എടുത്തായിരുന്നോ? ഓ അങ്ങനെ. അപ്പം നീ നിൻ്റെ ബാഗിൽ പൈസ വെച്ച് അതിപ്പം കാണാനില്ല. കാരണം ഞാൻ എൻ്റെ അടുത്ത് പൈസ ചോദിച്ച് അപ്പം നീ തന്നില്ല. അപ്പം നീ വിചാരിച്ച് ഞാൻ അതടിച്ച് മാറ്റിയത്. എനിക്ക് നിങ്ങളെ സംശയമൊന്നുമില്ല. നിൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി സംശയം ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയ ആളാരെന്ന് എനിക്കറിയാം. അളിയാ ഞാൻ നീ പൈസ അടിച്ച് മാറ്റി അത് എൻ്റെ തല കൊണ്ട് വയ്ക്കാൻ നോക്കല്ലേ ശ്രീകുട്ടാ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അളിയാ. എനിക്ക് തരാൻ വേണ്ടിയിട്ട് ചേച്ചി ബാഗിൽ പൈസ നോക്കിയപ്പോഴത്തേക്കാണ് മിസ്സായത് അറിയണേ. ഓ അങ്ങനെ. അപ്പം അവന് കൊടുക്കാൻ പൈസ ഉണ്ട്, എനിക്ക് തരാൻ പൈസ ഇല്ല എനിക്ക്. അത് വിട്ടേ, ഞാൻ സംസാരിക്കണ്ട അതിനെക്കുറിച്ച്. അച്ഛൻ ഉരുണ്ട് കളിക്കാതെ കാര്യം പറ. ഇത് കണ്ട ചെക്ക്. എനിക്കതുകൊണ്ട് നിന്റെ ബാഗിൽ നിന്ന് 15,000 എടുക്കേണ്ട ഒരു കാര്യമില്ല. കാര്യമുണ്ടോ മക്കളെ? ഉണ്ടാ? ഇല്ല. അപ്പൊ ചേച്ചി എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും. നമുക്ക് അവിടെ ഒക്കെ ഒന്ന് അരിച്ചു പറക്കാം. നിനക്കൊരു സ്വഭാവം ഉണ്ടല്ലേ, പൈസ കിട്ടിയ റേഷൻ കാർഡിനകത്ത് വയ്ക്കുക, പുസ്തകത്തിൻ്റെ ഇടയിൽ വയ്ക്കുക, തുണിയുടെ ഇടയിൽ വയ്ക്കുക, അടുക്കളയിൽ പാത്രത്തിന് എന്താ നോക്കണത് കറഞ്ഞ് അടുക്കളയിൽ പാത്രത്തിനകത്ത് വയ്ക്കുക. അവിടെയൊക്കെ പോയി നോക്ക്. അതിൽ ഞാൻ ആ പൈസയായിട്ട് എവിടെയും പോയിട്ടില്ല, അടുക്കളയിൽ ഒട്ടും കയറിയിട്ടില്ല. അവൻ്റെ പൈസ കണ്ടുപിടിക്കാൻ വ്യഗ്രത ഉണ്ടാ. സത്യം പറടാ, നീയാണ് അടിച്ചു മാറ്റിയത്. പോയി നോക്കാം. തപ്പിട്ട് വരാം. തപ്പടാ തപ്പ് പോ. തപ്പടാ പോയി. വേണ്ട ആവശ്യമില്ല, ഇരിക്കുന്ന സ്ഥലം അറിയാമല്ലോ. അച്ചടത്ത് പോയി കണ്ടുപിടി, അവിടെ കാണും. എൻ്റെ ചേച്ചിയുടെ പൈസ അല്ലേ പോയത്? നോക്ക് നോക്ക്. എൻ്റെ ചേച്ചി മാത്രമല്ല, അളിയൻ്റെ ഭാര്യയും കൂടെ അല്ലേ, അളിയനും കൂടെ നോക്ക്. അവള് മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അവളെ കൂടെ നിൽക്കുന്നത്. എന്ത്? ഇതേത്? എന്താണ് പൈസ? അയ്യോ, കട്ടിലിന്റെ അടിയിന്നും ആ മറ്റേ ആ എന്റെ ഇതില്ലേ, ആ മറ്റേ പിയാനൊക്കെ ചേക്കുന്നേ, അതിന്റെ അടിയിൽ അവിടെ ഇവിടെ ഒക്കെ കിട്ടി. ഇതാണ് ചേച്ചി കാണാതെ പോയെന്ന് പറഞ്ഞ പൈസ. ആ മൊത്തം ഉണ്ടോ നോക്കിയാമ്മ? ഒത്തോണ്ടാ നോക്ക്, ഒത്തോണ്ടാ നോക്ക്. കിട്ടി കിട്ടി കിട്ടി. ഇനി അവിടെ തപ്പേണ്ട കാര്യമൊന്നുമില്ല. കിട്ടി. ആ മൊത്തമുണ്ട്. അതെങ്ങനെ? ജോലി തിരക്ക്. ജോലി തിരക്ക് കൊണ്ട് എവിടെയും കൊണ്ടുവയ്ക്കും. എന്നിട്ട് മറ്റുള്ളവന്മാർ ഇത് തന്നെ അവസരം കൊണ്ട് എന്നെ കളനാക്കി. ഇത് ഞാൻ തന്നെ ആയിരിക്കും എല്ലായിടം കൊണ്ടു വെച്ചത്. ഇത് അച്ഛൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കറക്റ്റായിട്ട് പൈസ കിട്ടുകയും ചെയ്ത് ഞാനും ആവശ്യമില്ലാതെ കുറെ അടിയും കൊണ്ട്. എനിക്ക് അടിയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ ഈ തപ്പാനുള്ള ഒരു താല്പര്യമേ തപ്പി എടുത്തല്ലോ നീ. പിന്നെ കാശ് തപ്പി എടുക്കണ്ടേ? പൈസ കിട്ടിയല്ലേ? ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ എന്തിനാ വട്ടം കൂട്ടിയിരിക്കുന്നത്? പിരിഞ്ഞു പോയി പോയി. എന്തോ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകാൻ, നിങ്ങൾ പറയുമ്പോൾ നിൽക്കാൻ ഞങ്ങളാര്? ഒന്ന് പോടേ. ഒരു ആള് വന്നേക്കണം. സമാനായല്ലേ? വെറുതെ മനുഷ്യനായിട്ട് കള്ളം കൂറാൻ വേണ്ടി. എടാ കള്ള ബാലേന്ദ്രൻ തമ്പി, കള്ളാന്നാ? ആര്? നിങ്ങൾ തന്നെ മാവിന്റെ ചവിട്ടിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നിന്റെ ബാഗിൽ ഇരുന്ന 15,000 രൂപ ഞാൻ എടുത്തിട്ടില്ല എന്ന്? എനിക്ക് എന്തിനെന്ന്? എൻ്റെ ബാഗിൽ 15,000 രൂപയാണ് ഉണ്ടായിരുന്നതെന്ന് ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ബാഗിൽ നിന്ന് പൈസ പോയി, അത് എത്ര രൂപയെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ അറിഞ്ഞു 15,000 ആണെന്ന്? പറ 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 പറ, പെട്ടെന്ന് പറ. ഞാൻ പുറത്തുനിന്ന് വരണ സമയത്ത് അകത്തുനിന്ന് നീ പറയണം, സീക്കിട്ടാ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പറ, എത്ര വേണോ നിനക്ക് തരാമെന്ന്. അപ്പം എനിക്ക് തരാൻ പൈസ ഇല്ല, നിൻ്റെ അനിയനെ കൊടുക്കാൻ നമുക്ക് പൈസ ഉണ്ടല്ലേ? അപ്പം എനിക്ക് അസൂയ വന്ന്
ഞാൻ തന്നെ എടുത്ത് അടിച്ച് മാറ്റി വെച്ചിരുന്നത്. അയ്യേ 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 നാണല്ലേ നിങ്ങക്ക്? എനിക്ക് കാണാം. ഈ പ്രായത്തിൽ ഇത്ര അസൂയ? എനിക്ക് തരാത്ത പരിഗണന അവന് കൊടുക്കണം എനിക്ക് ഇഷ്ടമില്ല, പ്രത്യേകിച്ചും പൈസ കാര്യത്തിൽ. അയ്യേ അയ്യേ നാണക്കേട്. ഇതവൻ കേട്ടാലുണ്ടല്ല. അവൻ കേട്ടാ എനിക്ക് ചുക്കാണ്, ചുക്ക്. ആപ്പാടെ ഒരു അളിയനേ ഉള്ളൂ. അവൻ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുത്തോണം, കണക്ക് വയ്ക്കരുത്. ഒരു അനിയനേ ഉള്ളൂ. ബാലേന്ദ്ര തമ്പി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.